നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 1.5 വയസ്സുള്ള കുഞ്ഞുമായി ഷാർജയിലെ ഫ്ളാറ്റിൽ നിന്നും നാട്ടിലേക്ക് രക്ഷപ്പെടാൻ പല തവണ ശ്രമിച്ചിട്ടും പാസ്പോർട്ടും മറ്റ് രേഖകളും അടക്കം നിതീഷ് കൈക്കലാക്കിയതോടുകൂടിയാണ് വിഭജികയും കുഞ്ഞും ഷാർജയിൽ പെട്ടുപോയത്. കുഞ്ഞ് ജീവിതത്തിൽ വന്നതിന് ശേഷമെങ്കിലും മാറുമെന്ന് വിചാരിച്ച വിഭജികയ്ക്ക് പക്ഷേ തെറ്റി. ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 9-ന് ഉച്ചയ്ക്കാണ് വിഭജികയെയും മകൾ വൈഭവിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡിവോഴ്സ് വേണമെന്ന് നിർബന്ധിച്ച് എപ്പോഴും നിതീഷ് മാനസികമായി പീഡിപ്പിക്കുമായിരുന്നു. ഡിവോഴ്സ് നോട്ടീസ് വക്കീൽ അയക്കുന്നതിന് 3 ദിവസം മുമ്പാണ് നിതീഷ് വഴക്കിട്ട് ഫ്ളാറ്റിൽ മാറിപ്പോയത്. തുടർന്ന് 9-ന് ഉച്ചയ്ക്ക് ജോലിക്കാരി ഫ്ളാറ്റിലെത്തി വിളിച്ചിട്ടും ആരും കതക് തുറക്കാതായതിനാൽ തന്നെ ജോലിക്കാരി നിതീഷിനെ വിളിക്കുകയായിരുന്നു. തുടർന്ന് നിതീഷ് എത്തി കതക് തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് മരണവിവരം പുറത്തു പറഞ്ഞത്. ആത്മഹത്യക്കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷമായിരുന്നു വിഭജിക തൂങ്ങി മരിച്ചത്. നിതീഷ് എത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോസ്റ്റ് ഡിലീറ്റ് ആവുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും ആത്മഹത്യക്കുറിപ്പും ശബ്ദ സന്ദേശവും നിതീഷിന്റെ സ്വഭാവ വൈകൃതങ്ങൾ തെളിയിക്കുന്ന വീഡിയോയും ഫോട്ടോയും ലഭിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. വിഭജികയുടെ സഹോദരന്റെ ഭാര്യയാണ് ആത്മഹത്യക്കുറിപ്പിന്റെ സ്ക്രീൻഷോട്ട് എടുത്തുവെച്ചതും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നൽകിയതും. നിതീഷിന്റെ നിരവധി ചിത്രങ്ങളാണ് ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. നിതീഷ് അടിവസ്ത്രം ധരിച്ചു നിൽക്കുന്ന ചിത്രങ്ങളടക്കം ബന്ധുക്കൾക്ക് ലഭിക്കുന്നത് സുഹൃത്തുക്കൾ വഴി. ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ചോദ്യം എന്തിനാണ് വിഭജികയെ കൊന്നതാണോ എന്നതാണ്. അതേസമയം വിഭജികയുടെ ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് എന്ന രീതിയിൽ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഈ നിമിഷപ്രിയ തന്നെ എഴുതിയത് തന്നെയാണോ? വിഭജിക തല മുണ്ടനം ചെയ്ത് നിൽക്കുന്ന ഫോട്ടോ കണ്ട് ബന്ധുക്കൾ ഷാർജയിലെ സുഹൃത്തിനോട് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് സഹോദരി നീതുവിനേക്കാൾ സൗന്ദര്യമുണ്ടെന്ന് ആരോപിച്ച് നിതീഷും നീതുവും ചേർന്ന് മുടി മുറിച്ച കഥ അറിയുന്നത്. വിഭജിക അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ കൂടുതൽ തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നു. ഗർഭിണിയായിരുന്നപ്പോൾ പോലും വിഭജികയ്ക്ക് ക്രൂര പീഡനം ഏൽക്കേണ്ടി വന്നു. കഴുത്തിൽ ബെൽറ്റിട്ട് മുറുക്കുകയും മർദ്ദിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. കുഞ്ഞ് ജനിച്ച ശേഷവും പീഡനം തുടർന്നു. കുഞ്ഞിനും പനി കൂടിയിട്ട് പോലും ആശുപത്രിയിൽ എത്തിക്കാൻ പോലും നിതീഷും സഹോദരി നീതുവും സമ്മതിക്കാതെ ഇരുവരും മുറിയിൽ പൂട്ടിയിടുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. പീഡനം സഹിക്കാൻ കഴിയാതെ വിഭജിക നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിച്ചപ്പോൾ കുഞ്ഞിന്റെ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ നിതീഷ് കൈക്കലാക്കിയിരുന്നു. വിഭജിക സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ആത്മഹത്യക്കുറിപ്പിൽ വഴിയാണ് ഭർത്താവ് നിതീഷ്, സഹോദരി നീതു, പിതാവ് മോഹനൻ എന്നിവരിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന കൊടിയ പീഡനം പുറംലോകം അറിയുന്നത്. നിതീഷ് വിവാഹമോചനത്തിന് ശ്രമിക്കുന്നുണ്ടെന്നും അത് നടന്നാൽ ജീവിച്ചിരിക്കില്ല എന്നും വിഭജിക അമ്മയോട് പറഞ്ഞിരുന്നു. ഇതിനിടെ നിതീഷ് വക്കീൽ നോട്ടീസും അയച്ചു. വക്കീൽ നോട്ടീസ് അയച്ചതിന്റെ നിരാശയിലാകാം വിഭജിക ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു ബന്ധുക്കൾ ആദ്യം കരുതിയത്. എന്നാൽ ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചതോടുകൂടിയാണ് പീഡന വിവരവും പുറത്തായത്. ഓരോ ദിവസവും പുറത്തുവരുന്നത് ഭർത്താവ് നിതീഷിൽ നിന്ന് വിഭജിക അനുഭവിച്ച നരകയാതനയുടെ നേർക്കാഴ്ചകൾ തന്നെയാണ്. വിഭജിക സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ആത്മഹത്യക്കുറിപ്പിൽ വഴിയാണ് ഭർത്താവ് നിതീഷ്, സഹോദരി നീതു, പിതാവ് മോഹനൻ എന്നിവരിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന കൊടിയ പീഡനങ്ങൾ പുറംലോകം അറിയുന്നത്. നിതീഷ് വിവാഹമോചനത്തിന് ശ്രമിക്കുന്നുണ്ടെന്നും അത് നടന്നാൽ ജീവിച്ചിരിക്കില്ല എന്ന് അമ്മയോട് പലതവണ വിഭജിക പറഞ്ഞിരുന്നു. ഇതിനിടെ നിതീഷ് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. വക്കീൽ നോട്ടീസ് അയച്ചതിന്റെ നിരാശയിലാകാം വിഭജിക ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു ബന്ധുക്കൾ ആദ്യം കരുതിയത്. എന്നാൽ ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചതോടുകൂടിയാണ് പീഡന വിവരവും പുറത്തായത്. വക്കീൽ നോട്ടീസ് അയക്കുന്നതിന് 3 ദിവസം മുമ്പ് നിതീഷ് വഴക്കിട്ട് ഫ്ളാറ്റ് മാറിപ്പോയിരുന്നു. 9-ന് ഉച്ചയ്ക്ക് ജോലിക്കാരി ഫ്ളാറ്റിലെത്തി വിളിച്ചിട്ടും കതക് തുറക്കാതെ വന്നപ്പോഴാണ് നിതീഷിനെ വിളിച്ചത്. നിതീഷ് എത്തി കതക് തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് മരണവിവരം അറിയുന്നത്. നിതീഷ് എത്തി മണിക്കൂറുകൾക്കകം തന്നെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് നീക്കം ചെയ്യപ്പെട്ടത് എങ്ങനെയെന്ന ചോദ്യവും ഉയരുന്നു. അപ്പോഴും വീഡിയോയും ഫോട്ടോയും ഒക്കെ തന്നെ ബന്ധുക്കൾക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ചില കാര്യങ്ങൾ ബന്ധുക്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസവും കോൺസൽ ജനറലിലേക്ക് നിതീഷ് എത്തുകയും തന്റെ പിതാവും അതുപോലെ തന്നെ സഹോദരിയും ഇത്തരത്തിൽ യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല എന്നും പറയുന്നു. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താനാണ് എന്നുള്ള സമ്മതവും ഈ നിതീഷ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺസുലേറ്റിൽ വന്ന കരഞ്ഞ് നിലവിളിക്കുന്ന നിതീഷിനെ കാണാൻ സാധിച്ചു എന്നാണ് അടുത്തുള്ള വൃത്തങ്ങൾ പറയുന്നത്. മാത്രമല്ല കുഞ്ഞിന്റെ മൃതശരീരം അവിടെ ഷാർജയിൽ തന്നെ അടക്കം ചെയ്യണമെന്നും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ കുഞ്ഞിന്റെ മൃതശരീരം തൽക്കാലത്തേക്ക് ഇപ്പോൾ അടക്കം ചെയ്യുന്നില്ല എന്ന നീക്കത്തിലേക്ക് കോൺസുലേറ്റ് കടന്നതോടുകൂടി തന്നെ നാട്ടിലേക്ക് ഇവരുടെ രണ്ടുപേരും മൃതശരീരം ഒരുമിച്ചെത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ തന്റെ മകളുടെ മൃതശരീരം നാട്ടിലേക്ക് എത്തണമെന്ന ആവശ്യവുമായി അമ്മ നേരിട്ട് ഷാർജയിലേക്ക് പോയിട്ടുണ്ട്. മകൾ അനുഭവിച്ച കൊടിയ പീഡനങ്ങൾ ഒരുപക്ഷെ ഒന്നുകൂടി നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ തനിക്ക് രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ള കണ്ണീർ കാഴ്ചയും ഒക്കെയാണ് ആ അമ്മ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും വിഭജിക അവസാനമായി കാത്തുവെച്ചിരുന്ന അല്ലെങ്കിൽ വിഭജികയുടെ സഹോദരന്റെ ഭാര്യ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ നിർണായക തെളിവ്
തന്നെയാണ് ഇപ്പോൾ ഇത്തരം ക്രൂരമായിട്ടുള്ള കൊടിയ പീഡനങ്ങൾ വിഭജിക അനുഭവിച്ചു എന്നതിന്റെ തെളിവായി ഇന്നും കോടതിയിലേക്ക് എത്തുന്നത്. മാത്രമല്ല ഹൈക്കോടതിയിൽ നിർണായക നീക്കം വിഭജികരുടെ കുടുംബം നടത്തുന്നുണ്ട്. ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്ന വിവരം.